ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ വിത്ത് us, sir. ഈ ചില ആൾക്കാരുണ്ട് ഓഫീസ് സ്പേസിലുള്ള പ്രഷറും സ്ട്രെസ്സും ഒക്കെ വീട്ടിൽ വന്നിട്ട് ദേഷ്യം തീർക്കുന്ന, കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മൊത്തം സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ അവിടെ പോയി തീർത്തു കഴിഞ്ഞാൽ അപ്പം ജോലി പോകും. ഇവിടെ വന്ന് അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് പോയി തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാണല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും യങ്സ്റ്റേഴ്സ് റോങ് ഹാബിറ്റ്സ് ചൂസ് ചെയ്ത് നെഗറ്റീവ് ഇതിലേക്ക് പോകും. സ്മോക്കിംഗ്, ഉടനെ പോയി 5 മിനിറ്റ് സ്മോക്ക് ചെയ്യുന്നു. ചിലർ കുറച്ച് പെപ്സി പോലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി സിപ്പ് ചെയ്യുന്നു. കുറെ ഹാബിറ്റ്സ് അവർ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെസ്സിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ 5 സ്പോക്സ് ഓഫ് ലൈഫ് ഉണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്. കാശ് ഉണ്ടെങ്കിൽ പകുതി പ്രശ്നവും തീർന്നു. ഇപ്പൊ നമ്മൾ റീസെന്റ് കേട്ടൊരു ന്യൂസ് ആണ് CJ റോയുടെ ഡെത്ത് എന്ന് പറയുന്നത്. ഹി ക്യാൻ ഗെറ്റ് എനിത്തിങ് ഹി വാണ്ട് അറ്റ് ദിസ് എർത്ത് ബട്ട് സ്റ്റിൽ ഹി ഡിഡ് സച്ച് എ തിങ്. മെയിൻലി ദേ വിൽ ബി ഐസൊലേറ്റഡ്. ഒരു ലോൺലി ആയിരിക്കും. തമാശ പറയുമ്പോൾ യെസ് ഐ ഗോട്ട് എവറിത്തിങ് ഇൻ മൈ, എനിക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞാലും ഈ മനസ്സിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് റിലീസ് ഫിനോമിന നടക്കുന്നില്ല. എപ്പോഴും ഇത് ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇപ്പോഴത്തെ യൂത്ത് ഭയങ്കരധികം ഫിറ്റ്നസ് കോൺഷ്യസ് ആണ്. എവറിബഡി ഈസ് ഗോയിങ് ടു ജിം. പക്ഷേ ഈ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് ഒരുപാട് പേര് കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ദേ ഡോണ്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. ചിലവർ എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, സ്ലീപ്പിനെ കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് എല്ലാവരും പറയും ഞാൻ 4 മണിക്ക് തന്നെ ജിമ്മിൽ പോയി, എത്ര മണിക്കൂർ ഇറങ്ങി? 2 മണിക്കൂർ ഇറങ്ങി. ഇങ്ങനെ സ്ഥിരം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബോഡി ഷട്ട് ഡൗൺ ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഹിറ്റ് വന്നെന്ന് പറഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന മൂവിയാണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ വയലന്റ് ഫിലിം ഇൻ മലയാളം. കിൽ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് മൂവി. ദുരന്തർ, യെസ്. ഓ മൈ ഗോഡ്, തലയൊക്കെ സ്മാഷ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എക്സ്ട്രീം വയലൻസ് കാണിക്കുന്ന സിനിമകളാണ്. വാട്ട് പീപ്പിൾ വാണ്ട് അത് മാത്രമേ അവർ ഇറക്കാൻ പറ്റത്തുള്ളൂ. ദിസ് ഇസ് വാട്ട് പീപ്പിൾ വാണ്ട്. കാരണം അതാണ് ഹീറോയിസം. അവിടെ നോക്കുമ്പോൾ ഈ വയലൻസ് കാണിക്കുന്നത് എന്തോ ഒരു ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി സൊസൈറ്റിയിൽ 100% അതിന് വരും. നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ഈ ആക്ടിവിറ്റീസിൽ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയുടെ പല പാർട്സുമായിട്ട് കണക്റ്റഡ് ആണ്. പലതും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ, ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും ഓരോ ന്യൂറോൺസിനെ കുറിച്ചും. യെസ്, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ വിത്ത് us, sir. ഡോക്ടർ അരുൺ ഉമ്മൻ സാറാണ് സീനിയർ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് നമ്മുടെ ലേക്ഷർ ഹോസ്പിറ്റലിൽ. സോ നമുക്ക് ചോദിക്കാനും കേട്ടറിയാനും കുറേയധികം കാര്യങ്ങളുണ്ട്, റൈറ്റ്? സോ സാറിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്നെക്കാളും കൂടുതൽ ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു, അല്ലേ? സാധാരണ ആൾക്കാർക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാനിന്ന് ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് യോണിങ്. അപ്പം ഞാൻ ആലോചിക്കേണ്ട, ഐ ഹാഡ് ഈ പറഞ്ഞ 8 hours സ്ലീപ്പൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നു. ഐ ഹാഡ് പ്രോപ്പർ വാട്ടർ കൺസപ്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ കോട്ടുവായി ഇട്ടിട്ടിരിക്കുകയാണ്. സോ ഈ ഒരു മനുഷ്യ ശരീരം ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ റിപ്പീറ്റഡ്ലി കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുന്നത്? യോണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി ടയർഡ് ആകുമ്പോൾ നമ്മുടെ ഒരു ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ഓക്സിജനേഷൻ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ സ്റ്റെം അല്ലെങ്കിൽ ബ്രെയിനിലെ ചില പാർട്സ് റീആക്ടിവേറ്റ് ആവുന്നതാണ്. ബേസിക്കലി യോണിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ടയർഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആ ഒരു കുറച്ചും കൂടി അന്ന് ബോഡി എന്തോ റിയാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിനിലെ ഒരു മെക്കാനിസമാണ് യോണിംഗ്. ഒരു നോർമൽ ഹ്യൂമൻ ബോഡിക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ എത്ര അവേഴ്സ് ഓഫ് സ്ലീപ്പ് ആണ് മാൻഡേറ്ററി? അത് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നത് 7 to 9 hours ആണ് അഡൾട്ട്സിന്. അത് ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മുടെ സർക്കേഡിയൻ റിതം റെസ്പെക്ട് ചെയ്യണമെന്നുള്ളതാണ്. സർക്കേഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് വെച്ച് നമ്മുടെ സൺറൈസ് വെച്ച് നമ്മുടെ ബോഡി ഉണർന്നു ആക്ടിവിറ്റി ചെയ്യുന്നു. സൺസെറ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു. നമ്മുടെ മെലറ്റോണിൻ ഹോർമോൺ കുറയുന്നു, നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 10 o'clock to 6 o'clock ആണ്. 6 o'clock സൺറൈസിന്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിലെ മെലറ്റോണിൻ സെക്രീഷൻസ് ഇൻഹിബിഷൻ വരും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണർവ് വരും. അപ്പോഴേക്കും നമ്മൾ 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ടൈമിങ്. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകണം. നമ്മൾ 3 to 4 cycles കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു സൈക്കിളിൽ തന്നെ പല ഫേസസ് ഉണ്ട്. phase 1, phase 2, phase 3, പിന്നെ REM സ്ലീപ്പ് എന്ന് പറയും. ഈ phase 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സ്ലീപ്പ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലൈറ്റ്. പിന്നെ ഒരു മോഡറേറ്റ് സ്ലീപ്പ്. phase 3, phase 2 എന്ന് വെച്ചാൽ മോഡറേറ്റ് സ്ലീപ്പ്. phase 3 എന്ന് വെച്ചാൽ ഡീപ്പ് സ്ലീപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് പലർക്കും എത്താറില്ല. എല്ലാവരും ഈ സൂപ്പർഫിഷ്യൽ സ്ലീപ്പിൽ ഇങ്ങനെ മോഡറേറ്റ് സ്ലീപ്പിൽ പോകും. പക്ഷേ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫേസ് ഉണ്ട്, phase 3. ആ സമയത്താണ് ബോഡിയുടെ കംപ്ലീറ്റ് റിജുവനേറ്ററി പ്രോസസ്സ് നടക്കുന്നത്. ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വന്നോന്നില്ല, പക്ഷെ അതേസമയം ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരും. അപ്പൊ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടിയതുപോലെയും തോന്നാറുണ്ട്. അപ്പൊ ആ ടൈമിന് ഇത് എന്തെങ്കിലും
എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? ബേസിക്കലി നമ്മൾ നൈറ്റ് ടൈമിലുള്ള സ്ലീപ്പ് നമ്മൾ അതാണ് കൊച്ചു ക്വാളിറ്റി സ്ലീപ്പ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഈ ടൈം സോൺസ് ഡിഫറൻസ്, നമ്മുടെ വർക്കിംഗ് ടൈം സോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നൈറ്റ് ടൈമിൽ സ്ലീപ്പ് പല എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ലീപ്പ് ഡിപ്രഷൻ കാരണമുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ 6 മണിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു പരിപാടി ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ഫ്യൂ അവേഴ്സ് ഓഫ് ഒരു കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് 3 hours. അത് ഡൈജഷൻ മെയിൻ പാർട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങുന്നത്. അപ്പോഴേക്കും നമ്മുടെ സ്ലീപ്പ് കാമാവും. അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ഒരു ജെയ്റ്റി വെച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും അത് രണ്ടും കോൺഫ്ലിക്റ്റ് വരും. ഈ ഉറങ്ങാൻ വേണ്ടി ആൾക്കാർ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലർ പല രീതിയിൽ. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ, പുള്ളി ഡെയിലി രാത്രി യൂട്യൂബിൽ മറ്റേ മഴ പെയ്യുന്ന സൗണ്ട് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആൻഡ് വിത്തിൻ മിനിറ്റ്സ് ഹി ഫാൾ സ്ലീപ്പ്. അതുപോലെ ഇങ്ങനെ പല സൗണ്ടുകളും ഉണ്ടല്ലോ. ഇത് ന്യൂറോളജിക്കൽ കണക്ഷൻ തന്നെയല്ല, നമ്മൾ ബോഡിനെ നമ്മുടെ ബ്രെയിനെ ഫീഡ് ചെയ്യുന്നതാണ്. മനസ്സിലായി? സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഏതെങ്കിലും ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യണം. മ്യൂസിക് ഒരു ടെക്നിക്കാണ്. ചിലപ്പം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് റെഗുലറായിട്ട് സംസാരിക്കുന്നത്, അതൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതാണ്. ചിലവർ പഠിക്കാൻ വേണ്ടി ഉറങ്ങാൻ നേരത്തെ അവർ എന്തെങ്കിലും പഠിക്കാനുള്ള പുസ്തകം എടുത്ത് നോക്കും, അപ്പം ഉറങ്ങിപ്പോകും. അപ്പം അങ്ങനെ ഓരോ രീതിയിൽ. അപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആണോന്നില്ല. പക്ഷെ നിരന്തരം അത് ചെയ്ത് വരുമ്പോഴേക്കും അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ലീപ്പ് ഇൻഡക്ഷൻ വരും. അത് ബോഡീനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് ബോഡിക്ക് എന്ത് കൊടുക്കുന്നോ അതനുസരിച്ചാണ് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ എന്ത് ഹാബിറ്റ്സ് റെഗുലറായിട്ട് ചെയ്യുന്നോ അത് കുറെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്ലീപ്പ് ഇൻഡക്ഷന് ഒരു കാരണമായി മാറുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എക്സാംസ് വരികയാണ്, സ്കൂൾ സ്റ്റുഡൻസിന് മേജർ ഫൈനൽ എക്സാംസ് ഒക്കെ വരികയാണ്. പല പിള്ളേരും പറഞ്ഞു കേൾക്കുന്ന, ഇൻക്ലൂഡിങ് ഞാൻ തന്നെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബുക്ക് തുറക്കുക അപ്പം ഉറങ്ങി വീഴുക. ഇത് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറയും രാവിലെ 4-5 മണിക്ക് എണീറ്റ ബ്രെയിൻ കുറച്ചുകൂടെ ഉണർന്നിരിക്കും, അപ്പം എണീറ്റ് പഠിക്കുക. ബട്ട് സ്റ്റിൽ നമ്മൾ ബുക്ക് തുറന്നിട്ട് കിടന്നുറങ്ങാറുണ്ട്. അത് ബേസിക്കലി ബുക്ക് തുറക്കുമ്പോൾ ക്ഷീണത്തോടു കൂടി ബുക്ക് തുറന്ന് വരുമ്പോഴേക്കും നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകും. നിരന്തരം ചെയ്യുമ്പോൾ ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അതൊരു സ്ലീപ്പ് ഇൻഡക്ഷനായി മാറും. ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. എന്തൊക്കെ ചെറിയ ട്രിക്സ് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ടൈം വരുമ്പോൾ, ഉറങ്ങാതെ കംപ്ലീറ്റ് ഫോക്കസോട് കൂടി പഠിക്കാനൊക്കെ? ബേസിക്കലി അത് ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കിടന്നുകൊണ്ട് വായിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു അലേർട്ടായിട്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കൃത്യം ടൈമിനുള്ളിൽ എത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. കുറേ ടെക്നിക്സ് ഉണ്ട് നമ്മുടെ മെമ്മറി ടെക്നിക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ നമ്മളൊരു പുതിയൊരു കാര്യം പഠിക്കുമ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 seconds കറക്റ്റ് ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. അത് നമ്മുടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് ആ ഒരു പുതിയൊരു സാധനം പഠിക്കാൻ നമ്മുടെ ബോഡി ഭയങ്കര അലർട്ടായിരിക്കും, ബ്രെയിൻ ഭയങ്കര അലർട്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഇനിഷ്യലി ആ ഒരു അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തോട് ഫോക്കസ് ചെയ്ത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് മെമ്മറിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടെക്നിക്ക് റിപ്പിറ്റേഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. അതുകൊണ്ട് ഈ ഉറക്കെ വായിക്കാൻ പറയുന്നതിന്റെ റീസൺ അതുകൊണ്ടായിരിക്കും. ഈ പേരൻസ് പറയില്ലേ ഉറക്കെ വായിച്ച് പഠിക്കാതൊക്കെ പറയാറ്. അത് എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല. അത് ചില കുട്ടികൾക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എത്രയും ഒരു സിലബസ് എങ്ങനെയാണ് 30 ടൈമിന് നാച്ചുറൽ എല്ലാവരും ചോദിക്കും. അപ്പോൾ അടുത്തതിന്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പീഡ് റീഡിങ്ങിന്റെ ഗുണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 200 to 300 words per minute ആണ് ഒരു നോർമൽ ആള് ആവറേജ് ഒരു നോർമൽ റീഡറിന്റെ സ്പീഡ്. 500 കഴിഞ്ഞാൽ ഫാസ്റ്റ് റീഡർ എന്ന് പറയും. പക്ഷെ നമ്മുടെ ബ്രെയിൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച 1500 words per minute വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം. നമ്മൾ അത്രയും ഇല്ലെങ്കിലും ഒരു 750 to 1000 words per minute നമ്മൾ കുട്ടികൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഈ സ്പീഡ് റീഡിങ്ങിന് സമയത്ത് അവർ ഭയങ്കര അലർട്ടുമായിരിക്കും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ആദ്യമൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർ അതൊരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ ചെയ്യാം. ഈ ഇതിലൂടെ നമുക്ക് ഇന്റൻസ് കോൺസെൻട്രേഷൻ, പിന്നെ റിപ്പീറ്റഡ് റീഡിങ്, സ്പീഡ് റീഡിങ്, ഇത് മൂന്നും നമ്മൾ ശരിക്കും ചെറുപ്പം മുതലേ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഈ സാർ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച്. ഒരു നോർമൽ ഹ്യൂമന് ഒരു പുതിയ ശീലം തുടങ്ങണം, നല്ല ശീലം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം എത്ര ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുക? അത് ബേസിക്കലി റൂട്ടീനായിട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്തോറും അത് കൂടുതൽ സ്ട്രോങ് ആവും നമ്മുടെ ഹാബിറ്റ്സ്. അപ്പൊ നമ്മൾ മിനിമം നമ്മളൊരു ചിലവർ 21 days എന്നൊക്കെ പറയും. അതിന് പ്രത്യേകിച്ച് സയന്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ല. പക്ഷേ 21 days കഴിയുമ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒരു ഹാബിറ്റ്സ് ആയി മാറും. നമ്മളൊരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ആളാവണമെങ്കിൽ 21 days കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആവണമെന്നൊക്കെ പറയും. പക്ഷേ 21 days എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലിയർ കട്ട് റൂൾസ് ഒന്നും ഇല്ല. പക്ഷേ ഒരു 2 to 3 months കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാബിറ്റ് നമ്മൾ ചെയ്താൽ പിന്നെ
ആ ഹാബിറ്റിനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ക്രേവ് ചെയ്യും. മനസ്സിലായില്ല, അത് ആ ഒരു ലെവലിൽ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോകും പല ഹാബിറ്റ്സും. അപ്പോൾ അത് എപ്പോഴും നമ്മളൊരു കാര്യം നല്ലൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 months കണ്ടിന്യൂസ് ആയിട്ട് അതിനെ നമ്മൾ ഓട്ടോമാറ്റിക് ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കത് ഓട്ടോമാറ്റിക് ആ സമയമാകുമ്പോൾ നമ്മുടെ ബോഡിയുടെ ക്രേവിങ് വരും. ഈ നമ്മുടെ കൂടുതലും നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു യൂത്ത് ആണ് ഇപ്പം മേജറായിട്ട് വരുന്നത്. അപ്പം യൂത്തിനൊരു കോമൺ പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എന്താ നിന്റെ പ്രശ്നം വെച്ചാൽ അവർ പറയും സ്ട്രെസ്സാണ്, പറ്റുന്നില്ല എന്നെ കൊണ്ട്, ഇതൊക്കെയായിരിക്കും അവർ പറയുക. അത് പല രീതിയിൽ മേ ബി പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം, ഒഫീഷ്യലി ഉള്ള പ്രഷർ കാരണമായിരിക്കാം. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും കണ്ടുപിടിക്കാം. ഇതിനെന്താണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് രീതി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവരും ഉള്ള സംഭവമാണ്. സ്ട്രെസ് ഒരു നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു ബേസിക് ലെവൽ ഓഫ് സ്ട്രെസ് കാണും. അത് നാച്ചുറലി ആ ലെവൽ ഓഫ് സ്ട്രെസ് കാണും. അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് വെച്ചിരിക്കും. മനസ്സിലായില്ലേ? സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അല്ലാതെ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതൊരു എനിമിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് നമ്മളെ ഹിറ്റ് ബാക്ക് ചെയ്യും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ബേസിക് ലെവൽ ഓഫ് സ്ട്രെസ് വേണം, എന്നാലും നമ്മൾ പെർഫോം ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് നമ്മൾ തന്നെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. നമ്മൾ റോങ് ടെക്നിക്സ് ചൂസ് ചെയ്താൽ അത് തന്നെയായിരിക്കും പിന്നെ അത് നമ്മുടെ ബോഡി ഡിസ്ട്രാക്ട് ചെയ്യും. ചിലർ സ്മോക്കിംഗ് ഉടനെ പോയി 5 മിനിറ്റ് സ്മോക്ക് ചെയ്യുന്നു. ചിലർ കുറച്ച് എന്തെങ്കിലും ഈ ഹൈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പെപ്സി പോലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി സിപ്പ് ചെയ്യുന്നു. ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ചിപ്സ് അതൊക്കെ പോയി പെട്ടെന്ന് കഴിക്കുന്നു. ചിലർ അങ്ങനെ കുറേ ഹാബിറ്റ്സ് അവർ ഡെവലപ്പ് ചെയ്യും. അതായിരിക്കും അവർക്ക് ടെമ്പററി സ്ട്രെസ് തരുന്നത്. നമ്മൾ സ്ട്രെസ് റിലീവിന് ഉപയോഗിക്കുന്ന ഹാബിറ്റ്സ് നമ്മൾ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം. പലപ്പോഴും യങ്സ്റ്റേഴ്സ് റോങ് ഹാബിറ്റ്സ് ചൂസ് ചെയ്ത് നെഗറ്റീവ് ഇതിലേക്ക് പോകും, അവരുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പോസിറ്റീവ് ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. മ്യൂസിക് കേൾക്കുക, നല്ല മ്യൂസിക് കേൾക്കുക, ഇടയ്ക്ക് റിലാക്സ് ചെയ്യുക, ഇടയ്ക്ക് ആൽഫ മെഡിറ്റേഷൻ എന്ന് പറയും, അത് അങ്ങനെ ചെയ്യുക. പിന്നെ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ബേസിക്കലി ഒരു ഗീവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം. അങ്ങനത്തെ കുറേ പോസിറ്റീവ് ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതപ്പോൾ നമ്മൾ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഹാബിറ്റ്സ് നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ബോഡിക്ക് എന്ത് ഹാബിറ്റ് ആണോ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ പോലെയാണ്, നമ്മൾ എന്ത് വളം വെച്ച് കൊടുക്കുന്നു അതായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ 5 സ്പോക്സ് ഓഫ് ലൈഫ് ഉണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, പിന്നെ നമ്മുടെ ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, പിന്നെ ഫ്രണ്ട്ഷിപ്പ്. ഈ 5 സ്പോക്സിന് ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ, ഈക്വലായിട്ട് അല്ല, നമ്മുടെ ആവശ്യം അനുസരിച്ച് ബാലൻസ് ചെയ്യണം. എല്ലാം വേണം. ചിലവർക്ക് കുറച്ച് പേഴ്സണൽ ലൈഫൊക്കെ ഭയങ്കര ആവശ്യം, ഒറ്റയ്ക്ക് ഇരിക്കണം. ചിലവർക്ക് ഭയങ്കര സോഷ്യലൈസിങ്, ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലവർക്ക് സോഷ്യൽ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട്. ഫാമിലിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫ്രണ്ട്സിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, സോഷ്യൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രൊഫഷണൽ ലൈഫ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ ബാലൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫ് കാരണം ബാക്കിയുള്ള സാധനം ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു അത് ആക്ച്വലി ഇപ്പോഴത്തെ വർക്ക് പ്രഷർ കാരണമാണ്. കാരണം ഇന്ത്യ ഈസ് എ ഹൈലി പോപ്പുലേറ്റഡ് കൺട്രി. അതിന് റിസോഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കിട്ടണമെങ്കിൽ അതുപോലെ ഫൈറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ഒരു പണിക്ക് 5 പേരാണ് ഒരേ ഒരു പണിക്ക് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തൊരു എന്തെങ്കിലും ഒരു അക്സെപ്റ്റൻസോ എന്തെങ്കിലും ഒരു മെച്ചം കിട്ടണമെങ്കിൽ അതുപോലെ ഫൈറ്റ് ചെയ്യണം. കോമ്പറ്റീഷൻ എക്സ്ട്രീംലി ഹൈ ആണ്. അപ്പൊ നമ്മൾ ഇത്തിരി ഒന്ന് സ്ലോ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കയറി പോകും. നമ്മളൊന്നും അല്ലാതെ പോകും. അപ്പം ആ ഒരു ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് കാരണമാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടുന്നത്. ഈ ചില ആൾക്കാരുണ്ട് ഓഫീസ് സ്പേസിലുള്ള പ്രഷറും സ്ട്രെസ്സും ഒക്കെ വീട്ടിൽ വന്നിട്ട് ദേഷ്യം തീർക്കുന്ന, കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേര് അങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴി അങ്ങനെ റിലീസ് ഫിനോമിനാണ്. അതായത് നമ്മളൊരു മൊത്തം സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ അവിടെ പോയി തീർത്ത് കഴിഞ്ഞാൽ അപ്പം ജോലി പോകും. ഇവിടെ വന്ന് അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് പോയി തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമാണല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. എവിടെ അതവർ ആ സമയത്ത് അവർ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അത് കേട്ടെങ്കിരിക്കും. അമ്മമാരൊക്കെ ക്ഷമിക്കും യൂഷ്വലി. പിന്നെ എന്തെങ്കിലും കാണിച്ചത് അത് അമ്മ കിട്ടമട്ട് കാണത്തില്ല. നമ്മൾ അതുപോലെ ഒരു റിസപ്റ്റീവുള്ള സ്പൗസൊക്കെ ആണെങ്കിൽ ചിലപ്പം അതങ്ങ് പോകും. അതേപോലെ തിരിച്ചടിക്കുന്ന ഒരു സ്പൗസ് ആകുമ്പോൾ മൊത്തം വീട്ടിലും കോൺഫ്ലിക്റ്റ് ആവും. പിന്നെ അവർ പിന്നെ വേറെ ഉള്ളടത്തും പോകും, ചിലപ്പം ഫ്രണ്ട്സിന് കൂടെ പോകും, ബാറിൽ പോകും, അങ്ങനെ പല രീതിയിൽ പോകും. റിലീസ് ഫിനോമിനൻ എപ്പോഴും ആൾക്കാർക്കുള്ളതാണ്. സ്ട്രെസ് ഒരു പരിധി കൂടുതൽ വരുമ്പോഴേക്കും അതിൻ്റെ റിലീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോൾ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഫ്രണ്ട്സായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് വേണം. നമ്മളാരും ജഡ്ജ് ചെയ്യത്തില്ല. അപ്പം മനസ്സ് തോന്നൊക്കെ പറയാം, ചീത്ത വിളിക്കുന്നവരെ മുഴുവൻ ചീത്ത വിളിക്കുക, അങ്ങനെ പറഞ്ഞ് തീർക്കുക.
അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാമായി റിലീസ് ചെയ്ത് കഴിഞ്ഞു, റിലീസ് ഫിനോമിന, പിന്നെ നമ്മൾ ഫ്രഷായി, പിന്നെ ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഫ്രഷായി. ആ റിലീസ് ഫിനോമിന ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് റിലീസ് ഫിനോമിനൊക്കെ ഭയങ്കര കുറവാണ്. ഇടയ്ക്കൊന്നും വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ അടിച്ചു പൊളിക്കുന്ന ഒരു തെറ്റായിട്ടൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ അടിച്ചു പൊളിക്കാൻ നമ്മുടെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറാനായിട്ട് കാണുന്ന ഒരു ഫീൽഡാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. വീക്കെൻഡ് ഒരു സിനിമയ്ക്ക് പോകാനും നല്ല രീതിയിലുള്ള സിനിമകൾ വീട്ടിൽ ഇരുന്ന് കാണാനും. പക്ഷെ പലരിലും ഈ സിനിമ കാണുന്നത് ചില ആൾക്കാരിൽ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് വയലന്റ് സിനിമകളാണ് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നത്. ഇപ്പം മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളം സിനിമ മാത്രം കാണുന്ന ആൾക്കാരല്ല, കൊറിയനും എല്ലാ ലാംഗ്വേജും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ എക്സ്ട്രീം വയലൻസ് കാണിക്കുന്ന സിനിമകളാണ്. സോ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ വൺ വേ ഓർ ദി അതർ എഫക്ട് ചെയ്യാറില്ലേ? 100% എഫക്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഈ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈസ് ഓൾവേസ് എ ബിസിനസ്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് വേണോ അതേ മാത്രം എൻ്റർടൈൻമെൻറ്റ് ഫീൽഡുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മളെപ്പോഴും ഈ വയലൻസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വയലൻസ് സിനിമകളെ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അതിനെ ഹിറ്റ്, ആ സിനിമ ഹിറ്റാക്കി കഴിഞ്ഞാൽ ഈ സീരീസ് ഓഫ് വയലന്റ് ഫിലിംസ് വരും. മനസ്സിലായി? കാരണം ഇറ്റ്സ് ഓൾ ബിസിനസ്. മനസ്സിലായി? സോ മെനി പീപ്പിൾ ആർ സർവൈവിങ് ഓൺ ഇറ്റ്. ബട്ട് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ നെഗറ്റീവ് ഫീഡ്ബാക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റത്തിനെ നമ്മുടെ ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരക്ടറൈസേഷനിൽ അത് മാറും. ഫിലിംസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കത് ഫീഡിങ് വരും. അത് പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്യാരക്ടറൈസേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി വരും. അപ്പം വയലൻസ് സിനിമകൾ നിരന്തരം കാണുന്ന ഒരാൾ ഡെഫിനറ്റ്ലി അയാളുടെ ക്യാരക്ടറിൽ അത്രയും ആ ഒരു വയലൻസ് അയാൾ കാണിക്കും. അയാളൊരു സൊസൈറ്റിയിൽ ഭയങ്കര ഒരു ശല്യമായി മാറും. ശരിക്കും പറഞ്ഞാൽ ഈ വയലന്റ് ഫിലിംസ് കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് ആ ഒരു വയലന്റ് മൂഡിലേക്ക് വരും. കാരണം അതാണ് ഹീറോയിസം. കാരണം അവിടെ നോക്കുമ്പം ഈ വയലൻസ് കാണിക്കുന്നത് എന്തോ ഒരു ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമ്പം ഡെഫിനറ്റ്ലി ആ സൊസൈറ്റിയിൽ 100% അതിന് വരും. കാരണം യങ് എസ്പെഷ്യലി അഡോളസെന്റ് പീരീഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഹിറ്റ് വന്നെന്ന് പറഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന മൂവിയാണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ വയലന്റ് ഫിലിം ഇൻ മലയാളം. അതുപോലെ കിൽ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് മൂവി ദുരന്തർ. യെസ്, ഓ മൈ ഗോഡ്, യെസ്, അത് ഞാൻ കഴിഞ്ഞ ദിവസം OTT കണ്ടുള്ളൂ. അതൊക്കെ ഭയങ്കര തലയൊക്കെ സ്മാഷ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾ പോലെ ഇത് കണ്ണ് തുറന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ സംയോജിത മനസ്സിലേക്ക് ഇത് പൊക്കോണ്ടിരിക്കും. ഒരു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഹിറ്റ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബിഗസ്റ്റ് ഹിറ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഫിലിംസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിലിം മേക്കേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അവർ നല്ല സ്മൂത്ത് ഒരു കോമഡി ഇറക്കി അത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. വാട്ട് പീപ്പിൾ വാണ്ട് അത് മാത്രമേ അവർ ഇറക്കാൻ പറ്റത്തുള്ളൂ. ദിസ് ഇസ് വാട്ട് പീപ്പിൾ വാണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് അവര് ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഭയങ്കരധികം കരഞ്ഞ് അലറി വിളിച്ചിരിക്കുമ്പോൾ എല്ലാ പേരൻസും, സ്പെഷ്യലി ന്യൂ ജനറേഷൻ പേരൻസ്, ഫോൺ എടുത്ത് അല്ലെങ്കിൽ ടാബ് എടുത്ത് മുന്നിൽ കൊടുക്കുക. പിള്ളേർ അവിടെ സേഫാ, പേരൻസ് ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊരു ബാഡ് ഹാബിറ്റ് ആയിട്ട് മോസ്റ്റ്ലി എല്ലാവരും ബാഡ് ഹാബിറ്റ് ആണ്. സോ എങ്ങനെയാണ് നമുക്ക് മദേഴ്സ് എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടികളെ നോക്കുന്നതിന്റെ സ്ട്രെസ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയാണ് തൽക്കാലം ഫോൺ കൊടുക്കുന്നത്. അതെ, ഓട്ടോമാറ്റിക്കലി അത് അവർക്കൊരു ഹാബിറ്റായി മാറും. കുട്ടികൾക്ക് ഇതില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടികൾക്ക് പിന്നെ കരഞ്ഞാൽ ഉടനെ മൊബൈൽ കിട്ടുമെന്ന് അറിയാം. അവിടെ ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് മൊബൈൽ വേണം ഉടനെ കരയുക. ആ ഒരു രീതിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രെയിൻഡ് ആവും. അത് ഭയങ്കര ഡിഫിക്കൽട്ട് അത് ഇപ്പോഴത്തെ ഹാൻഡിൽ ചെയ്യാൻ. ഐ ഹാവ് സ്പോക്ക് ടു വൺ ഓഫ് മൈ ഫ്രണ്ട്, ഷീ ഈസ് എ പാരന്റ്. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറയേണ്ടായിരുന്നത് കൊടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ദ വൺ ക്വസ്റ്റ്യൻ ഷീ ആസ്ക്ഡ് മീ ഈസ് ലൈക്ക്, അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേയും പിള്ളേർ വളർന്നിട്ടില്ലേ? അപ്പോൾ ഒരു വരടെന്ന് പറഞ്ഞാൽ ആ രീതിയല്ല ഇപ്പോഴത്തെ ഒരു ലിവിങ് ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ അവിടെ നമുക്കിത് കൊടുത്തേ പറ്റുള്ളൂ. പഴയതുപോലെ ഒരു ഔട്ട്ഡോർ ഗെയിംസും അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. കാരണം എല്ലാവരും ഈ കുട്ടികൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അഡിക്റ്റഡും ആണ്. അതിലേക്ക് എൻഗേജ്ഡ് ആയി പോയി കഴിയുമ്പോൾ ഒരു ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ ഒരുപാട് കുറയും. ഒരു ക്രിട്ടിക്കൽ സർജറിയാണ് നാളെ മോർണിംഗ്. യു ആർ വേക്കിംഗ് അപ്പ്, ഒരു മേജർ സർജറി ഉണ്ട്. സോ ഹൗ ഇസ് യുവർ ഡേ ഇൻ ലൈഫ്? നമ്മുടെയൊക്കെ സെലിബ്രിറ്റീസിന്റെ ഡേ ഇൻ മൈ ലൈഫ് നമുക്കറിയാം. പക്ഷെ ഒരു ന്യൂറോ സർജന്റെ ഒരു OT ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഡേ ഇൻ ലൈഫ്? നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ എപ്പോഴും ബേസിക്കലി തിയേറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിയേറ്റർ ലൈഫിലാണ്. നമ്മളെപ്പോഴും ന്യൂറോ സർജറി എപ്പോഴും ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് ലൈഫിനാണല്ലോ ഇടയ്ക്ക്. ആക്സിഡൻസ്, ബ്രെയിൻ ട്യൂമേഴ്സ്, സ്പൈൻ പ്രോബ്ലംസ്, സ്പൈൻ ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി എപ്പോഴും ഒരു ഡെത്തും ലൈഫിൻ്റെ ഇടയ്ക്കൂടെയാണ് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭയങ്കര ടഫായിട്ട് നോക്കും. പക്ഷേ നമ്മുടെ ഡേ ടു ലൈഫ് അതങ്ങനെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും നടക്കും. ഒപ്പിൽ തന്നെ ഒരു പേഷ്യൻ്റ്, ആദ്യത്തെ ഒരു പേഷ്യൻ്റ് അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത്.
അടുത്ത പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാരണം ഒരേപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മളതിൽ ട്യൂൺഡായി പോകും. ചെറിയ നമ്മളൊരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഫിലിം മേക്കറൊക്കെ പറഞ്ഞാൽ അവരുടെ ഫിലിം ഹിറ്റ് ആയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അവർ ഭയങ്കര പോസിറ്റീവാണ്, മനസ്സിലായില്ല. പിന്നെ ഒരു ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അവർ ഡിപ്രഷനാണ്. പക്ഷേ ഡോക്ടറിൻ്റെ ലൈഫിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒരേ സമയത്ത് തന്നെ നടക്കും. റൗണ്ട്സ് എടുക്കുമ്പോൾ ഒരു റൂമിൽ ഭയങ്കര പോസിറ്റീവ്, അടുത്ത റൂമിൽ കൊച്ചൻ നെഗറ്റീവ്, അങ്ങനെ പോകും, മനസ്സിലായില്ലേ. അപ്പം എല്ലാവരുടെ ലൈഫിലും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ലൈഫിൽ ബേസിക്കലി സർജൻസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഭയങ്കര എക്സ്ട്രീം പോസിറ്റീവും എക്സ്ട്രീം നെഗറ്റീവും വരും, മനസ്സിലായില്ലേ. കാരണം സർജറി വിജയിക്കുന്നതും പ്രിപ്പറേഷൻ ഒന്നുമില്ല. മെന്റലി പ്രിപ്പയർ ചെയ്യുമല്ലോ ഭയങ്കര ചെയ്യുമ്പോൾ. ഇപ്പം പിന്നെ അത് ഓട്ടോമാറ്റിക് റൂട്ടീനായിട്ട് ഓവർ ദ ഇയേഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങ് ചെയ്തു പോകുന്നു. പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് സർജറി ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു ടീം ഉണ്ടല്ലോ, ഡിസ്കസ് ചെയ്ത ടീം ഒരുപാട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഓരോ ഓപ്ഷൻസും കാരണം നമ്മൾ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. പേഷ്യൻസിനോട് ഡിസ്കസ് ചെയ്യും, അവരുടെ റിലേറ്റീവ്സ് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ അവർ കുറച്ചും കൂടി സമയം വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി സമയം കൊടുക്കും. ആ രീതിയിൽ പ്ലാൻ ചെയ്യും. നമ്മൾ ഈ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. ഹോസ്പിറ്റൽ ബെഡിൽ എത്തുന്നവരെല്ലാ മനുഷ്യന്മാർക്കും കുറച്ച് അഹങ്കാരം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഈ അഹങ്കാരമൊക്കെ തീരും. ആ ഒരു മൊമെന്റിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർ വാദി ദൈവം വാദി എന്നുള്ളത്. സോ ഡോക്ടേഴ്സ് മെജോറിറ്റി ദൈവത്തിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണോ? ഡോക്ടേഴ്സിനെ എല്ലാം എനിക്കറിയത്തില്ല. എനിക്ക് ഗോഡിൽ വിശ്വാസമുണ്ട്, എനിക്ക് റിലീജിയനിലൊന്നും വിശ്വാസമില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ റിലീജിയൻ, പക്ഷേ ഐ എം എ സ്പിരിച്വൽ പേഴ്സൺ. അപ്പം ഡെഫിനറ്റ്ലി ഒരു യൂണിവേഴ്സൽ പവർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരേ അസുഖം ഒരേ രീതിയിൽ ചികിത്സിച്ചാലും ദ റെസ്പോൺസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ. സെയിം റിസ്ക് ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമുക്കത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുകയോ ഇല്ല എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ല, നമുക്കൊരു പോസിബിലിറ്റിയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് യെസ് നമ്മൾ എത്ര 100% രക്ഷപ്പെടും, 100% രക്ഷപ്പെടത്തില്ല എന്നൊന്നും നമുക്ക് ഒരു ഡോക്ടേഴ്സും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഒരു കുഴപ്പമില്ല, രക്ഷപ്പെടുമെന്ന് 100% ഉറപ്പ് കൊടുത്ത പല പേഷ്യൻസിനും പ്രശ്നം വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിധി എഴുതിയ പല പേഷ്യൻസും രക്ഷപ്പെട്ട് വന്നിട്ടുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ദെയർ ഇസ് എ യൂണിവേഴ്സൽ പവർ വിച്ച് ഇസ് കൺട്രോളിങ് ഓൾ ദിസ്, മനസ്സിലായില്ല. നമ്മൾ എത്ര ബിലീവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതങ്ങനെയാണ്. എയ്ത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ നോൺ ബിലീവേഴ്സ് എന്ന് പറഞ്ഞാലും ആക്ച്വലി ദേ ആർ ബിലീവിങ്, മനസ്സിലായില്ലേ. ദേ ബിലീവ് ഇൻ ദംസെൽഫ്. അത് തന്നെ ഒരു പവറാണ്. യൂണിവേഴ്സൽ പവർ നമുക്ക് എല്ലാവർക്കും ഒരു പവറിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എയ്ത്തിസ്റ്റ് ദേ ബിലീവ് ഇൻ ദംസെൽഫ്. അവരുടെ പവറിൽ ബിലീവ് ചെയ്യുന്നു, മനസ്സിലായില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പള്ളിയിലോ അമ്പലത്തിലോ അല്ല, ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ദ ഇൻറ്റൻസിറ്റി പ്രാർത്ഥിക്കുന്ന ഡ്യൂറേഷൻ അല്ല, ഇൻറ്റൻസിറ്റി പ്രാർത്ഥിക്കുന്നതിൻ്റെ. ഓരോ മദേഴ്സ് ഓരോ മോനെ സർജറി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുമ്പ് ആ മദർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ നമുക്കറിയാം. ഒരു പള്ളി പോയാൽ എത്ര ഇൻറ്റൻസ് ആയിട്ട് അവർ പ്രാർത്ഥിക്കത്തില്ല. അതിൽ ഇൻറ്റൻസ് ആയിട്ട് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത് അത്രയും ഒരു സിറ്റുവേഷൻ ആണ്, മനസ്സിലായില്ലേ. ഡെഫിനറ്റ്ലി പവർ നമുക്ക് ഒരിക്കലും ഇതുവരെ ആൾക്കാർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ ഐഡിയൽസിനെ ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് റീജിയൻസ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് റിലീജിയൻ ബിലീവ് ഇല്ലാത്തത് അതുകൊണ്ടാണ്. കാരണം ഇറ്റ്സ് ഓൾ മാൻ മെയ്ഡ് അവരുടെ ആഗ്രഹം അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പവർ ഇതെല്ലാം യൂണിവേഴ്സ് മൊത്തം കൺട്രോൾ ചെയ്യണ്ടേ. യെസ്. ഈ കോവിഡിന് ശേഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പോസ്റ്റ് കോവിഡ് ലോട്ട് മെനി ചേഞ്ചസ് ഹാപ്പൻ. അതായത് പലർക്കും പുതിയ പ്രൊഫഷൻസ് കിട്ടി, അവരിലില്ലാത്ത ടാലൻസ് അവർ തന്നെ കണ്ടുപിടിക്കുക, പേഴ്സണൽ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ പോസ്റ്റ് കോവിഡ് ഇസ് എ ഡിഫറെൻറ്റ് എറ കംപ്ലീറ്റ്ലി. പക്ഷേ ഈ പോസ്റ്റ് കോവിഡ് ഞാൻ പലരിലും ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ സീരീസുകളുണ്ടല്ലോ, വെബ് സീരീസ്, ഒറ്റ രാത്രി തന്നെ 7-8-9 എപ്പിസോഡ്സ് ഒറ്റയടിക്കിരുന്ന് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അറ്റൻഷൻ അവിടെ കിട്ടുന്നില്ല. ആൾക്കാർ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ വൈ ഡു യു തിങ്ക് ഇത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം ഉണ്ടായതാണോ, ഓർ വാസ് ഇറ്റ് ഓൾറെഡി ദെയർ വി ഡിഡ്ന്റ് നോട്ടീസ്? അല്ല, പോസ്റ്റ് കോവിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ന്യൂവർ ജനറേഷൻ പോകുന്തോറും അവരുടെ അറ്റൻഷനും അവരുടെ പേഷ്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, ഡ്യൂ ടു സോ മെനി ഫാക്ടേഴ്സ്. അതെ, ഈ കോവിഡ് എല്ലാത്തിനും ഒരു കാരണമായിട്ട് പലരും പറയുന്നുള്ളൂ. കോവിഡ് കാരണമാണ്, ഒരാരെങ്കിലും പെട്ടെന്ന് കൊഴിഞ്ഞു വേണം ഉടനെ കോവിഡ് കാരണം എന്ന് പറയും. കാരണം അവർ ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് വന്നിട്ടുണ്ട്. കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. ചിലവർ കോവിഡ് വാക്സിൻ എടുത്തായിരുന്നു. കോവിഡ് വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ട്, വളരെ കുറച്ച് പേരല്ലേ എടുക്കാത്തുള്ളൂ. അപ്പം എല്ലാത്തിനും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ഒരു ശീലമാക്കി
മനസ്സിലാക്കിയെന്നുള്ളൂ. പക്ഷേ അത് ബേസിക്കലി ആ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസ് ആണ്, കുറേ എവല്യൂഷണറി ചേഞ്ചസ് കാരണമാണ്. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ബേസിക്കലി യങ്സ്റ്റേഴ്സ് ഒന്നും അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ദേ ഗെറ്റ് സോ റെസ്റ്റ്ലെസ്. മേ ബി സോ മെനി, നമ്മുടെ ഈ ഫിലിംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ഫിലിംസിലെ ഇൻഫ്ലുവൻസ് കാരണമാവാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ഇന്ത്യയിലൊക്കെ എത്ര ഹൈലി പോപ്പുലേറ്റഡ് ഇതായതുകൊണ്ട് ആൾക്കാർക്ക് അത് സിവിക് സെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും. കാരണം സിവിക് സെൻസ് നോക്കി ഭയങ്കര ജെന്റിൽമാൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ കയറി അങ്ങ് പോകും. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് വരുമ്പോൾ റോഡിൽ ഇങ്ങനെ നിൽക്കുക, സിവിക് സെൻസ് ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുമായിരിക്കും, ബാക്കിയുള്ളവർ ഇടിച്ച് കയറിയാൽ പോകും, അവരുടെ വണ്ടി അവിടെ നിന്നു പോകും. മനസ്സിലായില്ല? അതുകൊണ്ടാണ് വി വിൽ ബി ഫോഴ്സ്ഡ് ടു ബ്രേക്ക് ദി ലോസ്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഇന്ത്യ പോലത്തെ ഒരു ഹൈലി പോപ്പുലേറ്റഡ് കൺട്രീസിൽ ആൾക്കാർ പീപ്പിൾ ബിക്കം റെസ്റ്റ്ലെസ് ബിക്കോസ് ദേ ഹാവ് ടു സർവൈവ്. ദേ ആർ ഫൈൻഡിങ് സോ ഹാർഡ് ടു സർവൈവ്. ഇത് നമുക്ക് ADHD ആയിട്ട് പറയാൻ പറ്റുമോ? ADHD വളരെ മൈനർ ആയിട്ടുള്ള ADHD ഒക്കെ ഭയങ്കര ഹൈ സിംറ്റമാറ്റിക് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും സ്ട്രെസ് കൂടുമ്പോൾ. ഈ ചില ആൾക്കാർ ഇപ്പൊ എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു 2 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പലരും പറയും എനിക്ക് ADHD ഉണ്ടെന്ന് പറയും. ലൈക്ക് ഫഹദ് മെയ്ഡ് സച്ച് എ സ്റ്റേറ്റ്മെന്റ്, ഫഹദ് ഹാഡ് ADHD എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം എവറിബഡി യൂസ് ടു സേ എനിക്ക് ADHD ഉണ്ട്, എനിക്ക് 2 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് നോട്ട് ADHD. അല്ല, ADHD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മൈനർ ഗ്രേഡ് ഓഫ് ADHD നമ്മൾ ആരും മൈൻഡ് ചെയ്യത്തില്ല, പീപ്പിൾ ആർ നോട്ട് അവെയർ. പക്ഷേ ADHD എന്ന് വെച്ചാൽ ബേസിക്കലി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. നമ്മൾ കുറച്ചൊന്ന് ഹൈപ്പർ ആക്റ്റീവ് കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ ADHD എന്ന് അട്രിബ്യൂട്ട് ചെയ്യുന്നത്. എല്ലാ കേസിലും അങ്ങനെയല്ല. ADHD ലൈക്ക് ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ട്. ഈ പിരിയിപ്പം ഭയങ്കര ദേഷ്യം, ഭയങ്കര പ്രളം കാണിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ADHD ആയിട്ട് പറയുമെങ്കിൽ അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ADHD. അല്ലെ, ADHD ടൈപ്പ് ഓഫ് ക്യാരക്ടർ ട്രേറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? സോ ആസ് എ ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ലൈക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം? എല്ലാ ഓർഗനും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിനാണ് മാസ്റ്റർ ഓർഗൻ, കൺട്രോളിങ് ഓർഗൻ. പക്ഷേ ആൾക്കാർക്ക് ഏറ്റവും എമോഷണൽ അറ്റാച്ച്ഡ് ഉള്ളത് ഹാർട്ടായിട്ട്. എന്ത് പറഞ്ഞാലും ഹാർട്ടിൻ്റെ ഡോക്ടർ, ഹാർട്ടിൻ്റെ സർജറി എന്നൊക്കെ പറയുമ്പം അതുകൊണ്ടാണ് ഈ പല ചാരിറ്റി ഓർഗനൈസേഷൻസും ഹാർട്ട് സർജറി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ കാശ് കിട്ടും. ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ, പക്ഷേ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. കിഡ്നി സർജറി കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഹാർട്ട് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി, ലിവർ സർജറി. പക്ഷേ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വരും. പക്ഷെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത്രയൊരു ഇതില്ല. കാരണം അതൊരു ഇൻ്റലക്ച്വൽ പോലെയാണ്. അത് അവനൊരു മാസ്റ്റർ, അവൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവൻ അത്രയും സഹായമൊന്നും ആവശ്യമില്ല. മനസ്സിലായില്ല? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഹാർട്ട് സർജറീസ് ആണ് ഏറ്റവും പോപ്പുലർ. ഹാർട്ട് റിലേറ്റഡ് എന്ത് ചാരിറ്റി നടത്തിയാലും ഭയങ്കരമായിട്ട് ക്ലിക്കാവും. പീഡിയാട്രിക് ഹാർട്ടാണ് ഏറ്റവും കൂടുതൽ. ഈ റോട്ടറി പോലത്തെ ക്ലബ്ബൊക്കെ പീഡിയാട്രിക് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി നടത്തും പീഡിയാട്രിക് ഹാർട്ട് സർജറി, ഫ്രീ പീഡിയാട്രിക് ഹാർട്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി പോകും. പിന്നെ ഇതുപോലെ അതിനുശേഷമാണ് കിഡ്നി, ലിവർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ബേസിക്കലി പക്ഷെ നമ്മുടെ സയന്റിഫിക്കലി എല്ലാം ദേ ആർ ഓൾ റിലേറ്റഡ്. കാരണം ഓരോ കിഡ്നി ഫംഗ്ഷൻ ചെയ്ത് ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിവറിനെയും ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനെയും അഫക്ട് ചെയ്യും. കിഡ്നി പോയാലും ബാക്കിയുള്ള ഓർഗൻസ് അഫക്ട് ചെയ്യും. ഹാർട്ടില്ലെങ്കിൽ ഒരു കുറച്ച് ബീറ്റ്സ് ബീറ്റ് ചെയ്താൽ മതി, ഉടനെ ബാക്കി എല്ലാ ഓർഗൻസിനെ അഫക്ട് ചെയ്യും. സോ എവറിത്തിങ് ഇസ് റിലേറ്റഡ്. ഹ്യൂമൻ ബോഡി അങ്ങനെയാണ് മറ്റേ യൂണിവേഴ്സൽ പവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ സർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടാണ് എല്ലാവരും മെയിൻലി ചെയ്യുന്നതെന്ന് പറയണു, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിയപ്പെട്ടതായിട്ട് പറയുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നു. പക്ഷെ റീസെൻ്റ്ലി നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, അത് ഇപ്പോഴത്തെ യൂത്ത് ഭയങ്കര അധികം ഫിറ്റ്നസ് കോൺഷ്യസ് ആണ്. കമ്പാരിറ്റീവ്ലി ഒരു 5 വർഷം മുന്നേ എടുക്കുന്നതിനേക്കാളും എവറിബഡി ഈസ് ഗോയിങ് ടു ജിം. അത്രയും ജിമ്മുകൾ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വരുന്നുണ്ട്. കാരണം അതൊരു മേജർ ബിസിനസ്സാണ് ഇപ്പോൾ. പക്ഷേ ഈ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് ഒരുപാട് പേര് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്, കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈവൻ ദ ആക്ടേഴ്സ് ഒരു പ്രോപ്പറായിട്ട് ഹെൽത്ത് നോക്കി, ഫിറ്റ്നസ് നോക്കി, ഡയറ്റ് ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് പോലും എന്തേ വർക്ക്ഔട്ട് they get a cardiac arrest. അതിൻ്റെ ഒരു മേജർ റീസൺ എന്തായിരിക്കും? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ സ്ലീപ്പ് ഡിപ്രൈവേഷൻ ആണ്. ദേ ഡോണ്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. ബോഡിനെ കംപ്ലീറ്റ് റെസ്റ്റ് ഫേസ് ചെയ്ത് റിജുവിനേറ്റ് ചെയ്യാതെ നമ്മൾ ജിമ്മിൽ പോകാൻ പാടില്ല. അപ്പം ഈ ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഫുൾ നൈറ്റ് ഒരു 2 മണി വരെ അവർ കിടന്ന് വർക്ക് ചെയ്തിട്ട് ഒരു 4 മണിക്ക് എഴുന്നിട്ട് they give more importance to exercise and fitness than sleep. അപ്പം അതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ നല്ല ഡീപ്പ് സ്ലീപ്പ് പോകുമ്പോഴാണ് ബോഡി റിജുവിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടായാലും നമ്മുടെ കിഡ്നി, ലിവർ, ബ്രെയിൻ എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് സ്കിന്ന് എല്ലാം എല്ലാം റിജുവിനേറ്റ് ചെയ്യുന്ന ഡീപ്പ് സ്ലീപ്പിലാണ്. ആ റിജുവിനേഷൻ നടക്കാതെ പിന്നെയും അതിനെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ പോലെയാണ്. ഓവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് ഷട്ട് ഡൗൺ.
അതാണ് ഇപ്പോഴത്തെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഭയങ്കര ഹൈലി ബിസി ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ സംഭവിക്കുന്നത്. അവർ ഉറങ്ങത്തില്ല, പക്ഷേ ആരോ പറഞ്ഞു എക്സസൈസ് ചെയ്ത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു മിനിമം ഒരു 6 അല്ലെങ്കിൽ 7 hours ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ശരിക്കും ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂള്. നമ്മൾ ഒരിക്കലും സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ട് എക്സസൈസിലേക്ക് പോകില്ല. കാരണം സ്ലീപ്പും ഗുഡ് ഫുഡുമാണ് ഏറ്റവും നല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയിലെ ഏറ്റവും നല്ല ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രോപ്പർ സ്ലീപ്പും പിന്നെ ഉള്ളത് ഗുഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ഉള്ള എക്സസൈസ്. ചിലവർ എക്സസൈസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, സ്ലീപ്പിനെ കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് എല്ലാവരും പറയും ഞാൻ 4 മണിക്ക് തന്നെ ജിമ്മിൽ പോയി, എത്ര മണിക്കൂർ ഉറങ്ങി? 2 മണിക്കൂർ ഉറങ്ങി. ഇങ്ങനെ സ്ഥിരം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബോഡി ഷട്ട് ഡൗൺ ചെയ്യും. കാരണം ആ ബോഡിക്ക് പറ്റത്തില്ലല്ലോ, റിജനറേഷൻ നടക്കുന്നില്ല. യു ആർ കോസിങ് ടു മച്ച് ഓഫ് സ്ട്രെസ് ടു ദ ബോഡി. എന്നിട്ട് പിന്നീട് അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുമ്പോൾ അത് കോവിഡ് വാക്സിൻ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദേ ആർ നോട്ട്, അവരുടെ ബോഡിയുടെ റിതമിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ പല ആൾക്കാരും ഈ ഒരാൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് അവർ വിതൗട്ട് ഈവൻ നോയിങ് ദ ഓൺ ബോഡി കണ്ടീഷൻസ് അവർ തന്നെ ഫോളോ ചെയ്യാറുണ്ട്. അത് കാരണവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ലേ? ലൈക്ക് അവരുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ സംബഡി ഈസ് ടേക്കിംഗ് ആൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ചിലപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് ഫോർ മീ. അത് കാരണവും പ്രശ്നം വരാം. നമ്മുടെ ബോഡിക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ബോഡിയെ കുറിച്ച് നല്ല അറിവ് നമുക്ക് തന്നെ ഉണ്ടാവണം. യു ഹാവ് ടു കൺസൾട്ട് എക്സ്പേർട്സിനെ. അതിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് തരം ഫുഡും എന്ത് തരം ഫുഡ് ഹാബിറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. പലപ്പോഴും ഒരാൾ അങ്ങനെ ചെയ്യുന്നു വിചാരിച്ച് നമുക്ക് അങ്ങനെ ആവണം. കാരണം ഒരു ഹൈ മെറ്റബോളിസം ഒരാൾ ഭയങ്കര തിന്നായിട്ട് ഭയങ്കര എപ്പോഴും എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ഒരാൾ അവിടെ ഹൈ മെറ്റബോളിക് റേറ്റാണ്. പക്ഷെ ചില ആൾക്കാർ ഒബീസ് എന്ന് വെച്ചാൽ അത് മെറ്റബോളിക് റേറ്റ് ഇല്ലാത്ത ആൾക്കാർ, എന്ത് കഴിച്ചാലും ഉടനെ തടി വെക്കുന്ന ആൾക്കാർ. ഈ രണ്ടുപേരുടെയും ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർ ശരിക്കും അവർക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വേണമെന്ന് എങ്ങനത്തെ ഫുഡ് വേണമെന്നുള്ളത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഒരാൾ ഞാൻ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ശരീര പ്രകൃതം എന്താണാവോ അതനുസരിച്ച് വേണം നമ്മുടെ ഫുഡും നമ്മുടെ എല്ലാ ഹാബിറ്റ്സും നമ്മൾ ക്രമീകരിക്കാൻ. ഓക്കെ, നമ്മൾ പൊതുവേ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് നമ്മുടെ മനസ്സിൽ. കാരണം ഇത്രയും പഠിക്കുമ്പോൾ തന്നെ അത്രയും സീരിയസ് ആയി പോകും നമ്മൾ ഓട്ടോമാറ്റിക്കലി. പിന്നെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന കേസസും ഡെയിലി മീറ്റ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൊതുവേ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഡോക്ടറുടെ ലൈഫിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് കൺസൾട്ടേഷൻ ടൈമിൽ നടന്നിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ലൈക്ക് എനിക്ക് ചിരിച്ചു വയറ് വേദനെടുത്തു എന്ന് ഡോക്ടർ പറഞ്ഞൊരവസ്ഥ, അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഫണ്ണിയസ്റ്റ് പേഷ്യന്റിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഇൻ ലൈഫ്? ഞാൻ ചിരിച്ചതോ? പേഴ്സണലി അങ്ങനെ ഒരാളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ദിസ് ഗൈ ഈസ് വെരി ഫണ്ണി എന്ന് എപ്പോഴെങ്കിലും റൗണ്ട്സിന് പോയപ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കാരണം നമ്മളെപ്പോഴും സീരിയസ് സ്റ്റോറീസ് മാത്രമേ ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് കേൾക്കാറുള്ളൂ. മൈൻഡ് പ്രീ ഓക്കുപൈഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എപ്പോഴും അവർക്ക് ആ ഒരു റിലീസ് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പ്രസംഗിച്ചാലും നമുക്ക് റിലീസ് ഫിനോമിന അധികം ഒന്നും നടക്കത്തില്ല, സമയം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെസ് മാറ്റുന്നത്? സ്ട്രെസ് മാറ്റാൻ ചാൻസ് പലപ്പോഴും കുറവാണ്. കാരണം ഒരു ഡേ കഴിയുമ്പോഴേക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ റിലീസ് ഫിനോമിന കുറച്ച് കുറവാണ്. ഡോക്ടേഴ്സ് യൂഷ്വലി അത് റിലീസ് ഫിനോമിന ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർ സീരിയസ് ആവുന്നത്. നമ്മൾ ഒരുപാട് സീരിയസ് ആവുന്ന പറഞ്ഞാൽ ഹീസ് അണ്ടർ സ്ട്രെസ് എന്നുള്ളതാണ്. പിന്നെ സ്ട്രെസ് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ പച്ചിലും പിടിച്ചിങ്ങനെ ഇരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ സ്മൈലൊക്കെ കൊടുത്തെങ്ങനെ ഇരിക്കും. പക്ഷെ ബേസിക്കലി ഡോക്ടേഴ്സിനൊന്നും ഒരു റിലീസ് ഫിനോമിനൻ കുറവാണ്. ഫണ്ണി പേഷ്യന്റ് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഫണ്ണി പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പം ഒരു സർജറിക്ക് വലിയ കാര്യത്തായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുക. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇപ്പം ഒരാൾ പറയാം നമ്മളിങ്ങനെ ചെയ്യാം. ഈ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ബ്രെയിൻ ട്യൂമർ സർജറി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനിരിക്കുക. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്ക് വീക്ക്നെസ് വരാം, ചിലപ്പോൾ ഇൻഫെക്ഷൻ, വെള്ളിയുടെ സപ്പോർട്ട്, ഇതൊക്കെ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഡോക്ടറെ എന്നിട്ട് പറഞ്ഞാൽ പിന്നെ പറയിപ്പിക്കുകയാണ്. പിന്നെ എന്തുണ്ട് ഡോക്ടറെ? പിന്നെ ഒരു ഏറ്റവും റെയർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പം ഓൺ ടേബിൾ ഡെത്ത്, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ പേഷ്യൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹീ സ്മൈലിംഗ്. ഡോക്ടർ പക്ഷേ നേരത്തെ ഏതൊക്കെ ഡോക്ടറിനെ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം ഞാനും പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അവസാനം ചിലപ്പം ഡെത്തിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അതത്രയല്ലേ ഉള്ളൂ, ആ രീതിയിൽ. ശരി, അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ അതൊക്കെ റെഡിയാണ് ഡോക്ടറെ, നമ്മൾ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തു, ചത്തുവയിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എന്നാലും ആ രീതിയിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഉള്ളിൽ അവർക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷേ ഹൗ ദേ മേക്ക് അസ് അറ്റീസ്, മനസ്സിലായില്ലേ? നമ്മൾ ഡോക്ടേഴ്സാണ് അവരെ അറ്റീസ് ആക്കാനാണ്. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് തന്നെ നമ്മളെ അറ്റീസ് ആക്കും. കുഴപ്പമില്ല, ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തു എന്ന രീതിയിൽ. ആ പേഷ്യന്റ് ഒരു കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു. കാരണം ഒരു പോസിറ്റീവ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. എ പേഷ്യൻ്റ് ഈസ് വെരി മെൻ്റലി സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ ബോഡി ഭയങ്കര ഹീലിംഗ് പവറാണ്. അതുകൊണ്ട് എന്ത് അസുഖം
വന്നാൽ അവരത് ഓട്ടോമാറ്റിക്കായി ഓവർകം ചെയ്യും. ഒരു നെഗറ്റീവ് മൈൻഡഡ് പേഷ്യൻസ് വന്നാൽ ഡോക്ടേഴ്സിന് എപ്പോഴും ഒരു നൈറ്റ് മെയർ ആണ്. ഒരു ചെറിയ സർജറി ആണെങ്കിൽ പോലും വെറുതെ കോംപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അത് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും മെന്റലി സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ഹീലിംഗ് പവർ ഭയങ്കര നല്ലതായിരിക്കും. മനസ്സിലായി? അതൊരു ശരിക്കും ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബേസിക്കലി നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഈ മാനുവൽ വർക്കേഴ്സൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ എന്ത് പ്രതിസന്ധിയും ഓവർകം ചെയ്യും. കാരണം അവർ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. അവർക്ക് എന്ത് സർജറി ചെയ്താലും ഭയങ്കര ഈസി ആയിട്ട് അവർ റിക്കവർ ചെയ്ത് വരും. അറ്റ് ദ സെയിം ടൈം വളരെയധികം പാമ്പർ ചെയ്തുള്ള വഷളാക്കിയിട്ടുള്ള ചില യങ്സ്റ്റേഴ്സ് ഒക്കെ വരുമെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സർജറി ചെയ്താലും വെറുതെ കോംപ്ലിക്കേഷൻ ആണ്. അത് ഇവിടെ ഈ പ്രശ്നം ആ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. ദിസ് ആർ ഓൾ ദ ഡിഫറൻസ്. അപ്പം നമ്മുടെ ബോഡി സ്ട്രോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് അസുഖം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ സാർ പറഞ്ഞതിന്റെ ഇടയിൽ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, അതായത് പണ്ട് ആൾക്കാരാണെങ്കിൽ ഡോക്ടേഴ്സ് എന്താണോ പറയണത് അതേ അവർക്ക് വിശ്വസിക്കാൻ ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. നേരത്തെ പുള്ളീനെ പറഞ്ഞില്ലേ, പുള്ളി 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും സാറിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഇപ്പൊ പല ആൾക്കാരും ചെയ്യണമെന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗൂഗിൾ അമ്മച്ചി ഉണ്ട്. ആക്ച്വലി നമ്മൾ ആദ്യം നോക്കണം ഗൂഗിളിലാണ്. എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു വേദന, അതൊക്കെ പഠിച്ച് ഇപ്പൊ ChatGPT, ജെമിനി, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഡോക്ടറിന്റെ അടുത്തൊരു ഈ പറഞ്ഞല്ലോ പ്രീ ഓക്കുപൈഡ് മൈൻഡുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ടാക്കിൾ ചെയ്യാൻ എളുപ്പമാണോ പൊതുവെ? ടാക്കിൾ ചെയ്യാൻ എളുപ്പമല്ല, എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. കാരണം ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴായിരിക്കും ഉടനെ അവരുടെ റെഫറൻസ് വരുന്നത് പല രീതിയിലുള്ള. പിന്നെ അതിനെ തെറ്റാന്ന് കൺവിൻസ് ചെയ്ത് വീണ്ടും ശരി എന്താന്നുള്ളത് പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് എഫേർട്ട് നമ്മൾ ഇടണം. അത് ഒരു റുട്ടീൻ ഇൻസിഡന്റ്. എല്ലാ ഒപ്പിയിലും ഒരു റുട്ടീൻ സംഭവമാണ്. എസ്പെഷ്യലി സർജൻസിന്റെ അടുത്ത് വരുമ്പോൾ അവരിങ്ങനെ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യും. റിസർച്ച് പറഞ്ഞാൽ എല്ലാം അൺസയന്റിഫിക് റിസർച്ചസ് ആണ്. ഗൂഗിളും വാട്സാപ്പും ChatGPT പിന്നെ ജെമിനി ഇങ്ങനെ ഓരോരുത്തരെ ചോദിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം കൂടി ഒരു മസാല പഴത്തിലാക്കിയിട്ടാണ് കൊണ്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ഓരോന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഡെഫിനറ്റ്ലി കുറച്ച് എഫേർട്ട് എടുക്കണം. ട്രീറ്റിംഗ് മാത്രമല്ല, ടീച്ചിങ്ങും കൂടെ ചെയ്യേണ്ടി വരും. ഈ അൺഎഡ്യൂക്കേറ്റ് ആണ്. എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്. എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ആദ്യം അൺഎഡ്യൂക്കേറ്റ് ചെയ്യണം, എന്നിട്ട് പിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഇപ്പൊ എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു സോഷ്യൽ മീഡിയ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് വരാൻ പോണത്. ആൻഡ് എവറിബഡി, എല്ലാവരുടെ കയ്യിലും ഈ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ആപ്ലിക്കേഷൻസ് ഉണ്ട്. എവറിബഡി ഹാവ് എ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബിലൂടെ പല വീഡിയോസും കാണാം. അവരവർക്ക് പേജുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇഫ് എ പേഴ്സൺ ഇസ് ഹാവിങ് ആൻ ഇൻസ്റ്റഗ്രാം പേജ്, ഇതിൽ അവരുടെ ഇമേജിനെ പറ്റി അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പൊ ഞാൻ എത്രയോ പേര് പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്യുന്നു, കാണിക്കുമല്ലോ. മാത്രമല്ല പല സ്ഥലങ്ങളിലേക്കും പല ആൾക്കാരും ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ മാത്രം അവരുടെക്കും ട്രാവൽ ചെയ്യുന്നില്ല. എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പൊ പലരും ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ ഇടുമ്പോൾ ഞാനൊന്ന് കഞ്ഞിയും കുടിച്ചിട്ടായിരിക്കും വീട്ടിലിരിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അവരെ കാണിക്കാനായിട്ട് ദേ ഓൾസോ പോസ്റ്റ് സംതിങ് റാൻഡംലി. അപ്പൊ ഈ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയില്ലേ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ബൂം വരുമ്പോൾ. സോ അത് നമുക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുക? ദീസ് ആർ ഓൾ ലൈക്ക് കാണിക്കലാണ്. അല്ല, അത് ബേസിക്കലി ആൾക്കാർക്ക് ഒരു മനസ്സിലാക്കി ഒരു ഇൻസൈറ്റ് ഉണ്ടായാൽ മതി. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഒരു ഫേക്ക് വേൾഡ് ആണ്. വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ ഫേക്ക് വേൾഡ്. മനസ്സിലായി? നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതൊക്കെ സത്യമാണ്, പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. അതും കൂടി നമുക്ക് മനസ്സിലാക്കണം. എല്ലാവരുടെ ലൈഫിലും കുറേ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും പ്രൊമോട്ട് ചെയ്ത്, വളരെ കുറച്ച് ആൾക്കാരെ നെഗറ്റീവ് കാര്യങ്ങൾ ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. ബേസിക്കലി നമ്മളിപ്പം ഒരു ശരി ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, നമ്മൾ ഡോക്ടേഴ്സ് കോൺഫറൻസ് പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അയാൾ പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. നമ്മളത് വിചാരിച്ചു, എനിക്ക് എത്രയും പ്രശ്നങ്ങളുണ്ട്, ഇയാളുടെ അത്രയും ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ അവരോട് പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും അവരെ പ്രൊജക്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായി? അതങ്ങനെ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് നാച്ചുറലായിട്ട് നമ്മുടെ ടെൻഡൻസി ചെയ്യണം. നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും പോസിറ്റീവായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ ആൾക്കാർക്കും, ഇപ്പം താങ്കളായാലും ഇവരെല്ലാവരും ആയാലും ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാലും ഇവരുടെ പിന്നിൽ ഒരു കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ല? അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇടയ്ക്ക് പറയായിരുന്നു കാശ് ഉണ്ടെങ്കിൽ പകുതി പ്രശ്നവും തീർന്നു, പൈസയാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം, അടിസ്ഥാനം എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ റീസെന്റ് കേട്ടൊരു ന്യൂസാണ് CJ റോയുടെ ഡെത്ത് എന്ന് പറയുന്നത്. ഹീസ് എ ലൈക്ക് ഫുള്ളി റിച്ച് വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ. ഹി ക്യാൻ ഗെറ്റ് എനിത്തിങ് ഹി വാണ്ട് അണ്ടർ ദിസ് എർത്ത്, ബട്ട് സ്റ്റിൽ ഹി ഡിഡ് സച്ച് എ തിങ്. അപ്പോഴാണ് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുന്ന കാശ് ഉണ്ടായിട്ട് പോലും പുള്ളിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. സോ അങ്ങനെയുള്ള തോട്ട്സ് ആൾക്കാരിലേക്ക് ഇപ്പൊ വീണ്ടും ഇവോക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ CJ റോയ് എത്രയും ഫേമസ് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അതുപോലത്തെ പല ഇൻസിഡൻസും നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്.
അവരുടെ റിലേറ്റീവ്സിനോ അവരുടെ വൈഫിനോ കുട്ടികൾക്ക് ഒരു ക്ലൂ പോലും ഇല്ല വൈ ദിസ് ഹാപ്പൻ എന്നുള്ളത്. അതുപോലെ ഹൈ ലെവലുള്ള ടോപ്പ് ലെവലുള്ള പല ആൾക്കാരും അത് ബേസിക്കലി പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ലെവലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൾവേസ് അവരെപ്പോഴും ഒരു ടോപ്പ് ലെവൽ ഒരു നിൽക്കുമ്പോഴേക്കും മെയിൻലി ദേ വിൽ ബി ഐസൊലേറ്റഡ്. എന്ന് വെച്ചാൽ ഒരു ലോൺലി ആയിരിക്കും. പുറത്തിങ്ങനെ എല്ലാം ഉണ്ടെന്ന് കണ്ടാലും മൈൻഡ് ലോൺലി ആയിരിക്കും. ഈ ലോൺലി ആൾക്കാർക്ക് എപ്പോഴും റിലീസ് ഫിനോമിനും ഭയങ്കര കുറവായിരിക്കും. ആ സ്ട്രെസ് ഇങ്ങനെ കെട്ടിക്കിടക്കും. തമാശ പറയുമ്പോൾ യെസ് ഐ ഗോട്ട് എവറിത്തിങ് ഇൻ മൈ, എനിക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞാലും ഈ മനുഷ്യരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് റിലീസ് ഫിനോമിനം നടക്കുന്നില്ല. എപ്പോഴും ഇത് ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോഴാണ് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് പെട്ടെന്നൊരു നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രശ്നം വന്നു, യു വിൽ ബി അറസ്റ്റഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി കയറി വന്നിട്ട് പിന്നെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോവും. നമ്മൾ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ആ സമയത്ത് എന്ത് തോന്നുന്നു നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ റിച്ച് ഫാമിലിയിലെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത്. എന്തോ ചെറിയൊരു ഇൻസിഡൻറ്റിൽ ദേ ജസ്റ്റ് ബിക്കം മൈൻഡ് പെട്ടെന്ന് അങ്ങ് ബ്ലാങ്ക് ആയി പോകുന്നു. പിന്നെ ഒരു ഇമ്പൾസീവ് എഫക്റ്റിൽ അവർ ജസ്റ്റ് വാണ്ട് ടു എൻഡ് ദ ലൈഫ്. ആ സമയത്ത് ജസ്റ്റ് അവരെ ഒന്ന് പിടിച്ചു നിർത്തി ഒന്ന് കൗൺസിൽ കഴിയുമ്പോഴേക്കും അവർ തന്നെ മനസ്സിലാവും. അത്ര രക്ഷപ്പെടുത്തിയവരുണ്ട് കേട്ടോ. രക്ഷപ്പെടുത്തിയപ്പോൾ ദേ വിൽ റിഗ്രറ്റ്, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ വെറുതെ അങ്ങനെ ചെയ്യേണ്ട, എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുമായിരിക്കും എൻ്റെ ലൈഫിൽ എന്ന് വിചാരിച്ചു. രക്ഷപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിനും അതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഇറ്റ്. മേ ബി സംതിങ് അങ്ങനത്തെ പലപ്പോഴും ഈ നമ്മുടെ സ്ട്രെസ് സ്ട്രെസ് റിലീവ് ചെയ്തില്ലെങ്കിൽ ഒരു പുറത്തേക്ക് നമ്മൾ ബസ്റ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരും. ഒരു പെട്ടെന്നൊരു ട്രിഗർ വരുമ്പോഴേക്കും ജസ്റ്റ് നമ്മളെ കംപ്ലീറ്റ് അങ്ങ് നമ്മളങ്ങ് ഇല്ലാതാക്കി കളയും. രക്ഷപ്പെട്ട് കഴിയുമ്പോഴാണ് അവർ റിഗ്രറ്റ് ചെയ്യുന്നത്. അങ്ങനെ എത്ര സൂസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് പലരും വരാറുണ്ട്. പക്ഷെ വൺസ് ആ അറ്റംപ്റ്റ് പുറത്ത് വന്ന ആൾക്കാർ വീണ്ടും ഒരിക്കൽ കൂടി അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ലല്ലോ. അല്ല, രണ്ട് രീതിയിലാവാം. ആ സെയിം ആ സൂസൈഡ് ചെയ്തതിൻ്റെ ഒരു കാരണം പിന്നെ അവരുടെ ലൈഫിൽ ഹോണ്ട് ചെയ്യുമെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ. ഫോർ എക്സാമ്പിൾ ഒരു സെക്ഷൽ അസോൾട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെയും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു വളരെ നിസ്സാര ഒരു കാര്യത്തിനായിരിക്കും. പക്ഷെ ആ സമയത്ത് അവർക്ക് അത് റിലീസ് ഫിനോമിന നടക്കാത്തതുകൊണ്ട് ആ ഇതെല്ലാം കൂടി കയറി മെന്റൽ ബ്ലാങ്ക് ആയപ്പോൾ ചെയ്തിട്ട് പിന്നീട് അതെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിംഗിലാണ് നമുക്ക് അവർ മനസ്സിലാക്കുന്നത്. അവർ പറയും അയ്യോ എത്രയും വെറുതെ എൻ്റെ ലൈഫ് അങ്ങനെ എന്തോ ആയി പോയെന്ന്, ഈ സംതിങ് വുഡ് ഹാപ്പൻ ടു മീ, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു മൈ ഡിയർ വൺസ് എന്നുള്ള രീതിയിലൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നത്. അത് സംഭവിക്കാം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ ഐ ഹാഡ് ലൈക്ക് മൾട്ടിപ്പിൾ ഏരിയാസിലൊരു ഇതുപോലെ നമുക്ക് തോന്നി. മോസ്റ്റ്ലി നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, ബട്ട് അറ്റ് ടൈംസ് നമ്മളത് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും മറന്നു. അതായത് ബേസിക് ആയിട്ടൊരു ഹ്യൂമൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, സ്ട്രെസ് അല്ലെങ്കിൽ എനിത്തിങ്, നമുക്ക് ആൾക്കാരോട് സംസാരിക്കുക, ടോക്ക് ടു പീപ്പിൾ വി ലവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്ത് അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടെടുക്കുക. അത് ഒരിക്കലും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണമെന്ന് വിചാരിക്കില്ല. പലപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗോ ആൻഡ് ജഡ്ജ് ചെയ്യാത്ത ആളത്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അവരുടെ കാര്യങ്ങൾ പറയും, നമ്മൾ അവരുടെ കാര്യം ഒന്നും മൈൻഡ് രജിസ്റ്റർ ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനത്തെ റിലീസ് ഫിനോമിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുമോ എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി അത് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഒത്തിരി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെ. പല ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ട്രാവൽ മേറ്റ്സ്, പിന്നെ ബാർ മേറ്റ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ബാർ മേറ്റ്സിന് ട്രാവൽ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ട്രാവൽ മേറ്റ്സിനടുത്ത് അങ്ങനെ എല്ലാവരും ഓരോ ചായ കുടിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട്. ചായ കുടിക്കാൻ ചുമ്മാ ചായ കുടിക്കാം. നമ്മൾ വിചാരിക്കും എന്ത് ചായ കുടിക്കുന്നത് എന്താണ്, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ജസ്റ്റ് കീപ് ഓൺ ടോക്കിംഗ്. ദേ വിൽ ടോക്ക് ടു us, we will talk to them. ഒന്നും രജിസ്റ്റർ ചെയ്യത്തില്ല. അവരെന്താ പറഞ്ഞു, എന്തോ പറഞ്ഞു, ഒന്നും അറിയത്തില്ല. മനസ്സിലായില്ല? പക്ഷെ ദാറ്റ് ഇസ് ഹൗ വി റിലീവ് അവർ സ്ട്രെസ്. യെസ്, ഗ്രേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ ഹാഡ് എ ഗുഡ് ടൈം. ഐ ഹോപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ ഈവൻ തോ യു ആർ എ ന്യൂറോ സർജൻ അങ്ങനെ മെഡിക്കൽ രീതിയിൽ പോവാത്ത, ബിക്കോസ് ദിസ് ഇസ് വാട്ട് വി വാണ്ട് ടു നോ. ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളൊക്കെ ഡെയിലി തിങ്ക് ചെയ്യുന്ന കുറച്ച് കൺസേൺസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ തലയോട്ട് കെട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈഫ് ഇസ് സിമ്പിൾ. പക്ഷേ നമ്മൾ ലൈഫ് സിമ്പിൾ അല്ല, ലൈഫ് ഇസ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ലൈഫ് സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുക. അതാണ് ഇപ്പോൾ അതിന്റെ ബേസിക്കലി അതിന്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകുക. യെസ്. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.